Okay, so in today's video we'll discuss on report on internal financial control over financial reporting. See, നമ്മൾ ഓഡിറ്റിങ്ങിൻ്റെ ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഒരു മാനേജ്മെൻറ്റ് അവരുടെ ബിസിനസ്സിൻ്റെ ഒരു സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടിയിട്ട് അവർ ബിൽഡ് ചെയ്യുന്ന കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സിനെ നമ്മൾ ഓവറോൾ വിളിക്കുന്ന പേരാണത് ഇൻറ്റേർണൽ കൺട്രോൾ അല്ലേ. ഈ ഇൻറ്റേർണൽ കൺട്രോൾ തന്നെ പല സ്കോപ്പുകളുണ്ട്. നമ്മൾ പറഞ്ഞു അക്കൗണ്ടിങ് കൺട്രോൾ ഉണ്ട്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇൻറ്റേർണൽ കൺട്രോൾ ഈസ് എ വൈഡ് ഏരിയ. ആ ഒരു ഏരിയയിൽ ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ഒരു കമ്പോണൻ്റ് ആയിട്ട് നമുക്ക് വരുന്ന ഒരു കൺട്രോളാണ് ആക്ച്വലി എന്ത്, ഇൻറ്റേർണൽ ഫൈനാൻഷ്യൽ കൺട്രോൾ. സോ എന്താണ് ഇൻറ്റേർണൽ ഫൈനാൻഷ്യൽ കൺട്രോൾ? ഇറ്റ് ഈസ് എ കമ്പോണൻറ്റ് ഓർ എ ബ്രാഞ്ച് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് എന്ത് ചെയ്യാം നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻറ്റേർണൽ കൺട്രോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡെഫിനിഷൻ ഉണ്ടല്ലോ. നോർമലി ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ഡെഫിനിഷനും അതുപോലെ തന്നെ ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോളിൻ്റെ ഡെഫിനിഷനും റീപ്ലേസ് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡെഫിനിഷനിലേക്ക് പോവുകയാണെങ്കിൽ സെക്ഷൻ 134 സബ്സെക്ഷൻ 5 ക്ലോസ് ഇ ഓഫ് ദ കമ്പനീസ് ആക്ടിൽ ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോളിൻ്റെ ഡെഫിനിഷൻ പറയുന്നുണ്ട്. ഈ ഡെഫിനിഷൻ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ സെയിം ഡെഫിനിഷനാണ് കൂടെ കാണാൻ പറ്റുക. ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോൾ മീൻസ് പോളിസീസ് ആൻഡ് പ്രൊസീജിയർ അഡോപ്റ്റഡ് ബൈ ദ കമ്പനി. ഓക്കെ, കമ്പനി അഡോപ്റ്റ് ചെയ്യുന്ന പോളിസി ആൻഡ് പ്രൊസീജിയറാണ് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ എൻഷുറിങ് ഓർഡർലി ആൻഡ് എഫിഷ്യൻറ്റ് കണ്ടക്ട് ഓഫ് ബിസിനസ്. നമ്മളുടെ ബിസിനസ് വളരെ എഫിഷ്യൻ്റ് ആയിട്ടും നല്ല വൃത്തിയായിട്ടും കൃത്യമായിട്ടും നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ചില പോളിസീസ് ആൻഡ് പ്രൊസീജിയർ അല്ലേ. അല്ലെങ്കിൽ നമ്മുടെ അസറ്റ്സ് സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, അല്ലെങ്കിൽ ഫ്രോഡും എററും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പ്രിവെൻറ്റ് ചെയ്യാനും ഡിറ്റക്ട് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ബിൽഡ് ചെയ്യുന്ന പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അതുപോലെ തന്നെ നമ്മൾ അക്കൗണ്ടിങ് റെക്കോർഡ്സ് ആക്യുറേറ്റ് ആണോ കംപ്ലീറ്റ് ആണോ, കംപ്ലീറ്റ്നെസ് ആൻഡ് അക്യുറസി ഓഫ് ദ അക്കൗണ്ടിങ് റെക്കോർഡ്സ് അത് ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മൾ ബിൽഡ് ചെയ്യുന്ന പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, റിലയബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ കൃത്യസമയത്ത് ടൈംലി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ബിൽഡ് ചെയ്യുന്ന പോളിസി ആൻഡ് പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോൾ എന്ന് നമ്മൾ വിളിക്കുക അല്ലേ. ഈ സെയിം ഡെഫിനിഷൻ തന്നെയാണ് നമ്മൾ ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ഡെഫിനിഷനായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ വൈഡറാണ്. ഈ ഒരു അക്കൗണ്ടിങ് ആസ്പെക്റ്റിന് അപ്പുറത്തേക്ക് അല്ലെ ഓപ്പറേഷണൽ അഡ്മിനിസ്ട്രേറ്റീവ് ആസ്പെക്റ്റും കൂടെ വരും. എന്നാൽ ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഇറ്റ് ഈസ് ബേസിക്കലി റിലേറ്റഡ് ടു ഫിനാൻഷ്യൽ ഏരിയാസ്. അല്ലെങ്കിൽ നമ്മൾ ഇൻറ്റേർണൽ കൺട്രോൾ റിലേറ്റിംഗ് ടു ഫിനാൻസുമായി റിലേറ്റ് ചെയ്യുന്ന ഇൻറ്റേർണൽ കൺട്രോൾസ് ആണ് ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോളിൽ വരിക എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അതിൽ ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോളിൻ്റെ മേലെ അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഓഡിറ്ററെ സംബന്ധിച്ചിടത്തോളം ഓഡിറ്റർ ആ സ്ഥാപനത്തിലുള്ള എല്ലാ ഇൻറ്റേർണൽ കൺട്രോൾസിനെ കുറിച്ചും റിപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറയുക എന്ന് പറയുന്നത് അയാൾക്ക് നിർബന്ധമല്ല. അയാളെ സംബന്ധിച്ചോളം അയാൾ ഈസ് ആൻ ഓഡിറ്റർ ടു ദ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ അല്ലേ. ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസിലേക്കാണ് അയാൾക്ക് ആക്സസ് ഉണ്ടാവുക. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസുമായി ബന്ധപ്പെടുന്ന കൺട്രോൾ സിസ്റ്റംസ് മാത്രം എന്ത് ചെയ്താൽ മതി, അയാൾ ഫോക്കസ് ചെയ്താൽ മതി. ആ കൺട്രോളിനെ നമ്മൾ വിളിക്കുക ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോൾ എന്ന് നമ്മൾ വിളിക്കാം അല്ലേ. അപ്പോൾ ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാനേജ്മെൻറ്റിന് ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ആ റെസ്പോൺസിബിലിറ്റി എവിടെ പറയുന്നത്, റൂൾ 8 സബ് റൂൾ 5 ഓഫ് 8 എന്ന് പറയുന്ന കമ്പനീസ് അക്കൗണ്ട്സ് റൂൾസ് 2014 പറയാണ്, നിങ്ങളുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റിപ്പോർട്ടിൽ, നമ്മൾ ബോർഡ്സ് റിപ്പോർട്ട് കണ്ടിട്ടുണ്ടല്ലോ, ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റിപ്പോർട്ടിൽ എല്ലാ കമ്പനീസും എന്ത് ചെയ്യണം, ഓൾ കമ്പനീസ് ടു സ്റ്റേറ്റ് ദ ഡീറ്റെയിൽസ് ഇൻ റെസ്പെക്ട് ഓഫ് adequacy of internal financial control with reference to financial statement. അതായത് ഈ സ്ഥാപനം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുമായി കണക്ട് ചെയ്യുന്ന എല്ലാ ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോൾസും ഇവർ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇവർ അഡിക്വേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യണം, മാനേജ്മെൻറ്റ് ആദ്യം അവരുടെ ബോർഡ് റിപ്പോർട്ടിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അവരുടെ ബോർഡ് റിപ്പോർട്ടിൽ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. ഓക്കെ, ഈ റൂള് പ്രകാരം. അപ്പോൾ അതാണ് മാനേജ്മെൻറ്റ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോളുമായി ബന്ധപ്പെട്ടാണ്. എന്താണ് ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോൾ? ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ കമ്പോണൻ്റ് ആണ് ആക്ച്വലി എന്ത്, ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോൾ. ഓക്കെ, ആ ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നതിന് ഡെഫിനിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് വരിക. നമ്മളുടെ ബിസിനസ് പ്രോപ്പറായിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അസറ്റ് സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫ്രോഡും എററും പ്രിവെൻറ്റ് ചെയ്യാനും ഡിറ്റക്ട് ചെയ്യാനും വേണ്ടിയിട്ട്, പിന്നെ ആക്യുറസി ആൻഡ് കംപ്ലീറ്റ്നെസ് ഓഫ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്, പിന്നെ ടൈംലി പ്രിപ്പറേഷൻ ഓഫ് റിലയബിൾ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, ഇതിന്
ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ബിൽഡ് ചെയ്യുന്ന പോളിസി ആൻഡ് പ്രൊസീജിയറിനെ നമ്മൾ ഓവറോൾ വിളിക്കുന്ന പേരാണെന്ത് ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ. ഈ ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോളിൻ്റെ മേലെ മാനേജ്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? അവരുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റിപ്പോർട്ടിൽ അവരെന്ത് ചെയ്യണം? അവർ പറയണം ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ അഡിക്വേറ്റ് ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ഉണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ടിങ് എന്ത് ചെയ്യണം? അവർ ഓഡിറ്റ് റിപ്പോർട്ടിൽ കൊടുക്കണം. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റിപ്പോർട്ടിൽ അവർ കൊടുക്കണം. അതാണ് മാനേജ്മെൻറ്റിൻ്റെ ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ. എന്നാൽ ഇതേപോലെ തന്നെ ഓഡിറ്റേഴ്സിനും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഓഡിറ്റേഴ്സിനും റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് പറയുന്നത് കമ്പനീസ് ആക്ടിൻ്റെ അണ്ടറിൽ ഈ സെക്ഷൻ നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. സെക്ഷൻ 143 സബ്സെക്ഷൻ 3 ക്ലോസ് ഐ നമ്മൾ 15ഓളം ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. സെക്ഷൻ 143 സബ്സെക്ഷൻ 3 ക്ലോസ് ഐ പറയുന്നത് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്, ഓഡിറ്ററുടെ റിപ്പോർട്ട്, ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? ഷുഡ് സ്റ്റേറ്റ്, അവർ സ്റ്റേറ്റ് ചെയ്യണം വെദർ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ടോ ഹാസ് അഡിക്വേറ്റ് ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ സിസ്റ്റം ഇൻ പ്ലേസ്. അതായത് മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റി എന്താണ്? അവർ പറയണം ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ അഡിക്വേറ്റ് ആയിട്ടുള്ള ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, അത് ഉണ്ട് എന്ന് എന്ത് ചെയ്യണം? അവർ സ്റ്റേറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് അഡിക്വേറ്റ് ആണ് എന്ന് നമ്മൾ കൺഫേം ചെയ്യണം. ഓക്കെ, വെദർ കമ്പനി ഹാസ് അഡിക്വേറ്റ് ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ സിസ്റ്റം ഇൻ പ്ലേസ് ആൻഡ് ദ ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്നെസ് ഓഫ് സച്ച് കൺട്രോൾ. ഇന്റേണൽ കൺട്രോൾ ഉണ്ടായാൽ മാത്രം പോരാ, അത് എഫക്റ്റീവായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് എന്ത് ചെയ്യണം? ഓഡിറ്റർ കൺഫേം ചെയ്യണം. ഓക്കെ, അപ്പം ഇത് അയാളുടെ ഡ്യൂട്ടിയാണ്, അയാളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഓഡിറ്റർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ ഒന്നെന്താണ്, അയാൾ അഡിക്വേറ്റ് ആയിട്ടുള്ള ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ഉണ്ടോ, ഇൻ പ്ലേസ് ആണോ എന്ന് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. രണ്ടാമത് അത് ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്നെസ് ഓഫ് ദ കൺട്രോൾ ഉണ്ടോ എന്ന് എന്ത് ചെയ്യണം? അയാൾ ഉറപ്പുവരുത്തണം. അതാണ് സെക്ഷൻ 143 സബ്സെക്ഷൻ 3 ക്ലോസ് ഐയിൽ എന്ത് ചെയ്യുന്നത്? മെൻഷൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഹിസ് റെസ്പോൺസിബിലിറ്റി. ഇനി ഈ റെസ്പോൺസിബിലിറ്റിയിൽ ഒന്നും കൂടെ ഒരു സ്ഥലത്തും കൂടെ ഈ സെയിം സാധനം പറയുന്നുണ്ട്. എന്താണത്? റൂൾ 10A ഓഫ് ദ ഓഡിറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ് റൂൾ. ഓക്കെ, അതിൽ പറയാണ് ദ റിപ്പോർട്ട് ഓഫ് ദ ഓഡിറ്റർ എന്ന് വെച്ചാൽ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഷുഡ് സ്റ്റേറ്റ് ചെയ്യണം the existence of adequate internal financial control and its operating effectiveness. എന്ന് വെച്ചാൽ ഇവിടെ എന്താണോ പറഞ്ഞത് ആ സെയിം സാധനം തന്നെ റൂൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാണ്. സെയിം ആണ്, എന്താ മാറ്റം? സ്ഥലം മാറുന്നു. ഓക്കെ, ഒന്ന് സെക്ഷൻ 143 സബ്സെക്ഷൻ 3 ക്ലോസ് ഐയിലാണ് പറയുന്നത്, മറ്റേ റൂൾ 10A എന്ത് ചെയ്യുന്നത്? ഈ സെയിം സാധനം വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ പറയുന്നത്. ഓക്കെ, ഇനി ഈ ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ICAIയുടെ ഒരു ഗൈഡൻസ് നോട്ട് ഉണ്ട്. ഓക്കെ, ഗൈഡൻസ് നോട്ട് ICAI ഇതേപോലെ നമ്മളുടെ പ്രൊഫഷണൽസിന് കുറച്ചും കൂടെ ചില ഇൻസൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഡീറ്റെയിലിംഗ് ആയിട്ട് അവർക്ക് എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ICAI ചിലപ്പോൾ ചില വിഷയത്തിൻ്റെ മേലെ ഗൈഡൻസ് നോട്ട് ഇറക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കൊരു ഗൈഡൻസ് നോട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ആ ഗൈഡൻസ് നോട്ടിൽ എന്താ പറയുന്നത് വെച്ചാൽ the auditor's objective in an audit of internal financial control over financial report is to express an opinion. എന്നുവെച്ചാൽ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്? in an audit of ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ. അതായത് നമ്മൾ ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോളിൻ്റെ ഓഡിറ്റ് നമ്മൾ ചെയ്യുമ്പോൾ അത് സെപ്പറേറ്റ് ഒരു ഓഡിറ്റ് അല്ല, നമ്മൾ ഫൈനാൻഷ്യൽ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഓഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അക്കൗണ്ടിങ് സിസ്റ്റം ഇന്റേണൽ കൺട്രോൾസ് നമ്മൾ ചെക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾസ് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഒബ്ജക്റ്റീവ് ആണ് എന്ത്? ടു എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ ഓൺ ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ കമ്പനീസ് ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ. കമ്പനിയുടെ ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോളിൻ്റെ മേലെ എന്ത് ചെയ്യണം? അത് എഫക്റ്റീവ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒപ്പീനിയൻ കൊടുക്കണം, അല്ലെങ്കിൽ എഫക്റ്റീവ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒപ്പീനിയൻ കൊടുക്കണം. ഒപ്പീനിയനിൽ നമ്മൾ ട്രൂ ആൻഡ് ഫെയർ എന്ന് പറഞ്ഞ ഒപ്പീനിയൻ ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ് മേലെ പറയുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് പറയണം? വി ഹാവ് ടു സ്റ്റേറ്റ് ദാറ്റ് ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ഓഫ് ദ കമ്പനി ഈസ് എഫക്റ്റീവ് എന്നുള്ള ഒപ്പീനിയനും കൂടെ എന്ത് ചെയ്യണം? നമ്മൾ കൊടുക്കണം. ഓക്കെ, ആൻഡ് ദ ഓഡിറ്റ് പ്രൊസീജിയർ അതിൻ്റെ കൂടെ തന്നെ ഈ ഗൈഡൻസ് നോട്ടിൽ പറയാണ് ആൻഡ് ദ ഓഡിറ്റ് പ്രൊസീജിയർ ഇൻ റെസ്പെക്ട് ഓഫ് ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ആർ ക്യാരിഡ് ഔട്ട് അലോങ് വിത്ത് ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അത് ഞാൻ ഇപ്പോൾ പറഞ്ഞ സാധനം, അതായത് ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ അത് സെപ്പറേറ്റ് ഓഡിറ്റ് അല്ല. ഇറ്റ്സ് ആൻ ഓഡിറ്റ് പ്രൊസീജിയർ ഇൻ റെസ്പെക്ട് ഓഫ് ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ഈസ് ക്യാരിഡ് ഔട്ട് അലോങ് വിത്ത്
ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഡിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തന്നെ ചെയ്യുന്ന ഒരു ഓഡിറ്റ് ആണ് എന്ത്, ഓഡിറ്റ് ഓഫ് ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ. അവിടെ നമ്മൾ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മേലെ നമ്മൾ എന്താ പറയാ, വി ഹാവ് ടു സേ ദാറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മേലെ വി ഹാവ് ടു സേ ദാറ്റ് നമ്മൾ ഒപ്പീനിയൻ എന്താ കൊടുക്കുക, ട്രൂ ആൻഡ് ഫെയർ ആണെന്ന് കൊടുക്കണം. അതേപോലെ തന്നെ ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോളിന്റെ മേലെ നമ്മൾ എന്താ പറയാ, we have to express an opinion that the internal financial control are effective. Effectiveness of the internal financial control ന്റെ മേലാണ് എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഒപ്പീനിയൻ കൊടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഒരു ഓഡിറ്റർ ICA പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, യുവർ ഒബ്ജക്റ്റീവ്, നിങ്ങൾ ഓഡിറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് യുവർ ഒബ്ജക്റ്റീവ് ടു എക്സ്പ്രസ് എൻ ഒപ്പീനിയൻ ഓൺ ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ കമ്പനീസ് ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ. Now, ഇവിടെ നമ്മൾ യൂസ് ചെയ്ത വാക്ക് എന്താണ്, ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ഓൺ ഓവർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. IFC ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ഓവർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ഒരു വാക്കാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതും ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ നമ്മളെ വ്യത്യാസം എന്താ വെച്ചാൽ, ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ തന്നെ ഇന്റേണൽ കൺട്രോളിൻ്റെ ഒരു പാർട്ടാണ്. ഇന്റേണൽ കൺട്രോളിൻ്റെ ഒരു ഡിവിഷൻ അല്ലെങ്കിൽ കമ്പോണൻ്റ് ആയിട്ട് നമുക്ക് എന്താ പറയാം, ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ എന്ന് പറയാം. ഈ ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ തന്നെ ഫൈനാൻഷ്യൽ ഏരിയയിൽ തന്നെ ഒരുപാട് കൺട്രോൾ സിസ്റ്റംസ് ഉണ്ട് അല്ലേ. ആ കൺട്രോളിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൺട്രോളിനെയാണ് നമ്മൾ വിളിക്കുക ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ഓവർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ സബ്സെറ്റ്. ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ഓവർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ. ഓക്കെ, അപ്പം എന്താണ് ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ഓവർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ, അവിടെ നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ നമ്മൾ ഇന്റേണൽ കൺട്രോളിൻ്റെ ഒരു പ്രോസസ്സ് നമ്മൾ പറഞ്ഞല്ലോ. ഓക്കെ, അതിൽ നിന്ന് ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ഓവർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗിലേക്ക് വരുന്ന സമയത്ത് വാട്ട് ഈസ് ദ ഡിഫറൻസ്? ലെറ്റ്സ് സീ. എ പ്രോസസ് ഡിസൈൻഡ് ടു പ്രൊവൈഡ് റീസണബിൾ അഷ്യൂറൻസ്. ഇവിടെ നമ്മൾ റീസണബിൾ അഷ്യൂറൻസ് നമുക്ക് കൊടുക്കാൻ പറ്റണം. ഈ ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ഓവർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് നമുക്ക് വി ഹാവ് ടു ഗീവ് എ റീസണബിൾ അഷ്യൂറൻസ് റിഗാർഡിംഗ് ദ റിലയബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഇവിടെ നമ്മൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെ ലയബിലിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ഓവർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ഗ്യാപ്പ്. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ഓവർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൽ നമ്മൾ ചെയ്യുള്ളൂ. ഒന്നെന്താണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് റിലയബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആസ് പെർ ഗ്യാപ്പ് ആണോ അവർ പ്രിപ്പയർ ചെയ്തത് എന്ന് എന്ത് ചെയ്യണം, നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ഓവർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇവിടെ ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ഓവർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുമ്പം ഇറ്റ് ഇൻക്ലൂഡ്സ് ദോസ് പോളിസീസ് ആൻഡ് പ്രൊസീജിയർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ദീസ് ആർ ദ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഓഫ് ദ കമ്പനി അല്ലേ, അഡോപ്റ്റഡ് ബൈ ദ കമ്പനി ഫോർ എൻഷുറിങ്. ഇത്രയും 5 പോയിന്റുകൾ നമ്മൾ പറഞ്ഞു അല്ലേ. ഇതിൽ നിന്ന് തന്നെ നമ്മൾ ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ഓവർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് മോർ സ്പെസിഫിക് ടു ദ ബാലൻസ് ഷീറ്റ് ഐറ്റം അല്ലെങ്കിൽ P&L ഐറ്റം അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് കുറച്ചും കൂടെ സ്പെസിഫിക് ആവുന്ന കാര്യങ്ങൾ അവിടെ അക്കൗണ്ടിങ് റെക്കോർഡ്സിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ അതിനെന്ത് ചെയ്യുന്നു, നമ്മൾ ആ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെ പ്രസൻറ്റേഷനുമായി കണക്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ഓവർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഇൻക്ലൂഡ്സ് ദോസ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ദാറ്റ് റിലേറ്റ്സ് ടു മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് that accurately and fairly reflects transactions and disposition of the asset. മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ്, അതായത് നമ്മളെ ബുക്സ് ഓഫ് അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റെക്കോർഡ്സ് കീപ്പിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോളിസി ആൻഡ് പ്രൊസീജിയർ ആണ് ദി ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ഓവർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൽ വരുന്നത്. ഇപ്പോൾ ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ഓവർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൽ ബേസിക്കലി നമ്മൾ മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സുമായി കണക്ട് ചെയ്യുന്ന പോളിസി ആൻഡ് പ്രൊസീജിയർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ആക്യുറേറ്റ്ലി ആൻഡ് ഫെയർലി റിഫ്ലെക്ട്സ് ട്രാൻസാക്ഷൻസ് ആൻഡ് അസെറ്റ്സ് അല്ലേ, അസെറ്റ്സിൻ്റെയും ട്രാൻസാക്ഷൻസിൻ്റെയും പ്രോപ്പറായിട്ട് ആക്യുറേറ്റ് ആൻഡ് ഫെയർലി പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു ചെക്കിംഗ് ആണ് നോർമലി നമ്മൾ അവിടെ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇറ്റ് പ്രൊവൈഡ്സ് റീസണബിൾ അഷ്യൂറൻസ് ദാറ്റ് ദ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ഗ്യാപ്പ്.
ഗ്യാപ്പ് പ്രകാരമല്ലേ, നേരത്തെ പറഞ്ഞില്ലേ ആ സെയിം പോയിന്റ് തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. അതായത് ഗ്യാപ്പ് പ്രകാരമല്ലേ, ജനറലി അക്സെപ്റ്റഡ് കൗണ്ടിങ് പ്രിൻസിപ്പിൾ പ്രകാരം തന്നെയല്ലേ നമ്മളുടെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്തതെന്ന് ചെക്ക് ചെയ്യുക. ആൻഡ് റെസിപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ആർ മെയ്ഡ് ഓൺലി ഇൻ അക്കോർഡൻസ് വിത്ത് ഓതറൈസേഷൻ ഓഫ് ദ മാനേജ്മെൻറ്റ് ഓതറൈസേഷൻ ഇല്ലാതെ ഒരു എക്സ്പെൻസസും ഒരു റെസിപ്റ്റ്സും ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നിന്ന് ചിലവായിട്ടില്ലല്ലോ അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലേക്ക് വന്നിട്ടില്ലല്ലോ എന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്താണ് പറഞ്ഞത്, ഇറ്റ്സ് എ പോളിസി ആൻഡ് പ്രൊസീജിയർ ദാറ്റ്സ് റിലേറ്റ് ടു ദ മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോളിസി ആൻഡ് പ്രൊസീജിയറാണ് ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ഓവർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൽ വരുന്നത്. രണ്ടാമത്തെ എന്താണ്, ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്തത് ഗ്യാപ്പ് പ്രകാരമാണ്. അതേപോലെ തന്നെ റെസിപ്റ്റ്സും എക്സ്പെൻഡിച്ചറും ഓതറൈസേഷൻ ത്രൂ മാത്രമേ എന്തുള്ളൂ നടന്നിട്ടുള്ളൂ എന്നുള്ളൊരു അനാലിസിസ് ആണ് എന്ത് ചെയ്യുന്നത് അവിടെ രണ്ടാമത്തെ പോയിന്റിൽ വരുന്നത്. മൂന്നാമത്തേതോ, reasonable assurance regarding prevention or detection of unauthorized acquisition, use or disposition of company's asset. കമ്പനിയുടെ അസറ്റ്സ് അൺഓതറൈസ് യൂസിൽ നിന്ന് അല്ലെ അക്വിസിഷൻ അൺഓതറൈസ് ആയിട്ട് പർച്ചേസ് ചെയ്യുക, അതിനെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ പല രീതിയിൽ അതിൻ്റെ യൂസേജസ് കൊണ്ടുപോവുക, ഇങ്ങനെയൊക്കെ അൺഓതറൈസ് ലെവലിൽ അവർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനും കൂടെയാണ് ഇത് ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ഓവർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ പോളിസി ആൻഡ് പ്രൊസീജിയറാണ് ആക്ച്വലി ഇവിടെ നടക്കുന്നത് എന്നർത്ഥം. എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോളിൻ്റെ ഒരു സബ്സെറ്റാണ് ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ഓവർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ആ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങുമായി കണക്ട് ചെയ്യുന്ന സമയത്ത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ചെക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോളിൽ കുറച്ചും കൂടെ വൈഡർ ആയിരിക്കും അതിൻ്റെ സ്കോപ്പ്. എന്നാൽ ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ഓവർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് വിൽ ബി ലിമിറ്റഡ് ടു ദ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഏരിയാസ്. ഓക്കെ, അപ്പം ഇവിടെ ബേസിക്കലി ഓഡിറ്ററെ സംബന്ധിച്ചിടത്തോളം wherever the term IFC, internal financial control, wherever used in the context of auditor's responsibility, it implies and relates to internal financial control over financial reporting. എന്ന് വെച്ചാൽ എവിടെയൊക്കെയാണോ ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ളത്, എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്, ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ഓഡിറ്റർ റെസ്പോൺസിബിലിറ്റി പറയുന്നത് എവിടെയാണ്, സെക്ഷൻ 143 സബ്സെക്ഷൻ 3 ക്ലോസ് ഐയിലാണ് അല്ലേ. അവിടെ ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ എന്ന് പറയുന്ന വാക്കാണ് യൂസ് ചെയ്യുന്നത്. ആ ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത്, ആ ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ഓവർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ കമ്പനീസ് ആക്ടിൽ പറയുന്ന ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത് ബേസിക്കലി ഓഡിറ്റർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ഓവർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആണ്. ഓക്കെ, ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങുമായി നമ്മൾ എന്തിന് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിം വർക്ക് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓഡിറ്റ് തന്നെ ചെയ്യുന്നത് അല്ലേ. ആ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിം വർക്കുമായി കണക്ട് ചെയ്യുന്ന ഒരുപാട് ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾസ് ഉണ്ടാവും. ആ കൺട്രോൾസ് ആണ് എന്ത് ചെയ്യേണ്ടത്, ഓഡിറ്റർ ഫോക്കസ് ചെയ്യേണ്ടത് എന്നർത്ഥം. ഓക്കെ, അതുപോലെ തന്നെ റിപ്പോർട്ടിംഗ് ഓൺ ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ഓവർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് വുഡ് അപ്ലൈ ടു കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓൾസോ. ഓക്കെ, കൺസോളിഡേറ്റഡ് ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഹോൾഡിംഗ് കമ്പനി ആണെങ്കിൽ കൺസോളിഡേറ്റഡ് ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. അതിൻ്റെ മേലെയും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ഓവർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് നമ്മൾ ചെയ്യണം ഇഫ് ഇറ്റ്സ് എ കമ്പനി, ഹോൾഡിംഗ് കമ്പനി ആണെങ്കിൽ. ഓക്കെ, ഹൗഎവർ എന്നാൽ ഒരു സ്ഥലത്ത് നമുക്ക് ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ഓവർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് വേണ്ട. റിപ്പോർട്ടിംഗ് ഓൺ ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ വിൽ നോട്ട് ബി അപ്ലിക്കബിൾ ടു ഇൻ്ററിം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങളൊരു ഇൻ്ററിം ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കും, ഒരു ഹാഫ് ഇയർലി അല്ലെങ്കിൽ ക്വാർട്ടർലി ഒക്കെ നിങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ, പാർട്ട് ഓഫ് ദ ഇയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആണ് എങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്തിൻ്റെ ആവശ്യമില്ല, ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോളിൻ്റെ ആവശ്യം ഇല്ല, അൺലെസ് സച്ച് റിപ്പോർട്ടിംഗ് ഈസ് റിക്വയർഡ് അണ്ടർ എനി അതർ ലോ ഓർ റെഗുലേഷൻ. ഇനി ഏതെങ്കിലും നിയമപ്രകാരം ആ ഒരു നിയമപ്രകാരം അത് വേണം എന്ന് പറയുന്നുണ്ടെങ്കിൽ മാത്രം നിർബന്ധമാണെന്നുള്ളൂ. അല്ലാത്ത സമയത്ത് ഇറ്റ് ഈസ് നോട്ട്, അതായത് ഈ ഒരു ഗൈഡ് ലൈനോ അല്ലെങ്കിൽ ഈ ഒരു കമ്പനീസ് ആക്ട് പ്രകാരം ഇറ്റ് ഈസ് നോട്ട് മാൻഡേറ്ററി ഫോർ യു ടു പ്രിപ്പയർ അല്ലെങ്കിൽ ടു റിപ്പോർട്ട് ഓൺ ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ഓവർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് if it's an interim financial statement. Okay, so ഇത് നമ്മളെ സ്റ്റഡി നോട്ടിൽ 7.6 എന്ന് പറയുന്ന സ്റ്റഡി നോട്ടിലുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എക്സാമിന്
ജസ്റ്റ് ഈ ഒരു ഭാഗം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്യുക. So hope you write very well in your examination. Thank you.